27-ാം തീയതി സ്കന്ദഷഷ്ടിയാണ്. മുരുകൻ്റെ പാട്ടുകൾ, എല്ലാ പാട്ടുകൾക്കും പ്രത്യേക ഭംഗിയാണ്. പക്ഷേ മുരുകൻ്റെ സെന്തമിഴിലുള്ള പാട്ടുകൾക്ക് ഭയങ്കര വല്ലാത്തൊരു വൈബ്രേഷനാണ്. നമ്മൾ ഭജനയിലൊക്കെ പാടുമ്പോൾ ഈ സെന്തമിഴിലുള്ള പാട്ടുകൾ പാടുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തിലേക്ക് പോകുന്ന പോലെ തോന്നും. അങ്ങനെ അരുണഗിരിനാഥൻ എഴുതിയ തിരുപ്പുകൾ, മുരുകനെ സ്തുതിക്കുന്ന എല്ലാവർക്കും അറിയാം തിരുപ്പുകൾ പാട്ടുകൾ. അപ്പോൾ അതിൽ തിരുപ്പുകൾ പഠിക്കാനുള്ള ഒരു മഹാഭാഗ്യം ഈ ജന്മത്തിൽ എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നല്ല പാട്ടുകളിൽ ഈ നമ്മുടെ ലൈഫിലെ വളരെ നമ്മുടെ കറണ്ട് സെനറിയോ ആയിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ട് ഇന്ന് മുരുകനെ പോയി തൊഴുത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും ഇതൊന്ന് പാടണമെന്ന് തോന്നി. ഈയലിശയിലുചിത വഞ്ചിക്ക് അയർവാകി இரவு பகல் மனது சிந்தித்து உழலாதே உயர் கருணை புரியும் இன்ப கடல் மூழ்கி உயர் கருணை புரியும் இன்ப கடல் மூழ்கி உனையனதுள்ளறியும் அன்பை தருவாயே மயில் தகர்களிடைய ரந்த தினை காவல் வனசகுர மகளை வந்தித்து அணைவோனே கைலை மலை அடைய செந்தேர் பதிவாழ்வே கைலை மலை அடைய செந்தேர் பதிவாழ்வே கரிமுகவனிளைய கந்த பெருமாளே உயர் கருணை புரியும் இன்ப கடல் மூழ்கி உனையனதுள்ளறியும் அன்பை தருவாயே കരിമുഖവനിളയ കന്ദ പെരുമാളേ. ഇതിലേറ്റവും എനിക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടാനുള്ളത് ഇരവ് പകൽ മനത് സിന്ധിത്ത് ഉഴലാതെ. നമ്മൾ മലയാളത്തിലും പറയും ഇങ്ങനെ ചുമ്മാ ഓരോ ചിന്തകളിൽ ഇങ്ങനെ ഉഴലാതെ മനസ്സിലുള്ള ആ സ്നേഹം പുറത്ത് കാണിക്കുക. ഈ ഒരു സ്കന്ദഷഷ്ടി മന്ദം എന്ന് പറയുന്നത് പലരും വൃദ്ധം എടുത്തിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇതുപോലുള്ള പാട്ടുകളൊക്കെ പാടി ആ ഒരു വൈബ്രേഷൻ നേടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പാട്ടുകളുണ്ടെങ്കിലും മനസ്സിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു ഈയലിശയിൽ എന്നുള്ളത്.